ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു നാടൻ ബീഫ് വരട്ടിയതാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ബീഫ് വരട്ടിയത്. അതിനായിട്ട് ആവശ്യത്തിന് ബീഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 1/2 കിലോ ബീഫാണ് എടുത്തത്. ഒരു വലിയ സവാള, 2 കുഞ്ഞു സവാള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്. 2 പച്ചമുളകിൻ്റെ ആവശ്യമുള്ളൂ, ബീഫ് കുറച്ചായതുകൊണ്ട്. എന്നിട്ട് ആവശ്യത്തിന് തേങ്ങാക്കൊത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബീഫ് ചേർക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു ആവശ്യത്തിന് മസാലക്കൂട്ട്, ഞാനിവിടെ മൂപ്പിച്ച് വെച്ച മസാലക്കൂട്ടുണ്ട്, അതിൽ നിന്ന് കുറച്ച് ചേർക്കുന്നു. ഒരല്പം കായപ്പൊടി ചേർക്കുന്നു. കായം നല്ലതാണ്, നല്ല സ്മെല്ലും ടേസ്റ്റും ഒക്കെ കൂടാൻ നല്ലതാണ്. ഒരല്പം ചേർക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ മീറ്റ് മസാല 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളം ചേർക്കുക. ഒരുപാടൊന്നും ചേർക്കരുത്, കുറച്ച് വെള്ളം മതി, കാരണം ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. എന്നിട്ട് കുക്കർ അടച്ച് ഒരു 3 വിസിൽ വേവിക്കുക. 3-ൽ കൂടുതലിൻ്റെ ആവശ്യമില്ല, 3 വിസിലിൻ്റെ ആവശ്യമുള്ളൂ. വളരെ കുറച്ച് ബീഫല്ലേ ഉള്ളൂ നമുക്ക്. എന്നിട്ട് ബീഫ് വിസിലടിച്ചതിന് ശേഷം അതിനെ മാറ്റി വെക്കുക. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. അതോടൊപ്പം കുറച്ച് കടുക് കൂടെ പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അതിലേക്ക് ചേർക്കുക. തേങ്ങാക്കൊത്ത് ഒരുപാട് മൂക്കാനായിട്ട് കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. കുറച്ച് ഉപ്പ് കൂടെ അതിനോടൊപ്പം ചേർക്കുക. ഉപ്പ് ചേർത്താൽ പെട്ടെന്നത് സവോള വഴന്ന് കിട്ടും. നമ്മൾ ആദ്യം ബീഫ് വേവിച്ചതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പേ ഇട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. സവോളയും തേങ്ങാക്കൊത്തും എല്ലാം നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർക്കുക. അതിൻ്റെ ഗ്രേവിയോട് കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ചെറിയ സ്പൂണാണ് ഇരിക്കുന്നത്, ടീസ്പൂണാണ്, അതുകൊണ്ടാണ് ഞാൻ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം മൊത്തം നമുക്ക് വറ്റിച്ചെടുക്കണം. ഈ വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞതിന് ശേഷം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് നമുക്ക് റെഡിയാക്കി കിട്ടും. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.